അല്ല നമ്മളെ മായിനാജിയുള്ള അവിടെ നിൽക്കണേ ഇന്ത്യ ഇവിടെ കയറിന്ന്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇന്ത്യ നിങ്ങൾ ഇവിടെ നിന്ന് എടാ നിങ്ങൾ രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് കയറി എന്നാണ്. ഇന്ത്യ അയച്ചേ. എടാ നിങ്ങൾ എൻ്റെ അഞ്ചൻ്റെ മോനാ സഫീഖിനെ ഒന്ന് വിളിച്ചോ. എന്ത് ആചാര്യ നിങ്ങൾക്ക് വയ്യേ? നിങ്ങൾക്ക് അറിയില്ലേ, എനിക്ക് ഈ മൂത്രം അറിയാതെ പോകണ സോക്കളുണ്ടായിരുന്നല്ലോ. ഞാൻ ആസ്പത്രിയിലൊക്കെ പോയി നല്ല ആക്കായതായിരുന്നു. അപ്പം ഞാനൊന്ന് പള്ളിയേക്ക് ഇറങ്ങിയതാ. അപ്പം അങ്ങോട്ട് വരുമ്പോൾ ബൈക്കൊന്നും ചെറിയ ഇതായി. അപ്പം ഞാൻ കയറി ഇപ്പം ഒന്ന് കണ്ടില്ലേ ഒന്നായിട്ട് പോയി. ഷഫീഖിനൊന്ന് വിളിച്ചെങ്ങാണ്ട് ഒരു തുണിയായിട്ടൊന്ന് വരാൻ പറഞ്ഞാൽ എനിക്കൊന്ന് അങ്ങോട്ട് പെരേക്ക് പോകാൻ. അതന്നെയാണല്ലേ ഇപ്പൊ പള്ളിയൊക്കെ ഒന്നും കാണാത്തത്. പള്ളിക്കൊക്കെ ആർക്കാടാ വരാൻ പോതില്ലാത്തത്. ഇപ്പം ഇങ്ങനെ ആയാൽ എങ്ങനെയൊക്കെ വരിക? പള്ളിയും കൂടി വെടക്കാവൂലേ? അതൊന്നും അല്ലാതെ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. മരക്കൾ എന്നെ കൊണ്ട് ഇറങ്ങാറായിക്കുന്നു. ഓരത് പറയണില്ലാന്നേ ഉള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പെണ്ണുങ്ങൾ മരിച്ചാൽ അതൊരു വല്ലാത്ത അതാപ് തന്നെയാണ്. ഇതൊക്കെ ഇപ്പോൾ ആ പെൺകുട്ടികൾ നന്നാക്കണ്ടേ? ഇവിടെ ആയതുകൊണ്ടോ നിങ്ങൾ അറിയണ കുട്ടികളെ കണ്ടതുകൊണ്ടും തർക്കമില്ല. വേറെ എവിടെയെങ്കിലും വെച്ചാണെങ്കിൽ എന്താ എൻ്റെ ഒരു അവസ്ഥ? ഒന്നങ്ങോട്ട് പെരേക്ക് എത്തി കിട്ടിയാൽ മതിയായിരുന്നു. ആവതുള്ള കാലത്ത് നമ്മൾ വലിയ ഉസറും പമ്പും ഒക്കെ കാട്ടും. ഒരു പ്രായമാണ്ട് കഴിഞ്ഞതൊന്നും നമ്മളെ കച്ചിൽ നിൽക്കൂല.